ഏതാണ്ട് 2003 ദൃശ്യം എന്ന സിനിമയുടെ ത്രെഡ് ജിത്തു ജോസഫിൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നത്. രണ്ടുപേർ തമ്മിൽ നടന്ന സംഭാഷണം ജിത്തു ജോസഫ് തീർത്തും അവിചാരിതമായി കേൾക്കാനിടയായി. അവർ പറഞ്ഞത് 2 കുടുംബങ്ങളുടെ കഥയാണ്. ആ 2 കുടുംബങ്ങളുടെയും ഭാഗത്ത് ശരികളുമുണ്ട്, തെറ്റുകളുമുണ്ട്. ഒരു പ്രത്യേക സിറ്റുവേഷനിലൂടെ കോർത്തിട്ടതാണ് ആ കഥ. തിരികെ വീട്ടിലെത്തിയ ജിത്തു ജോസഫ് തൻ്റെ പേനയും പേപ്പറും എടുത്ത് അവർ പറഞ്ഞ കഥ എഴുതി തുടങ്ങി. ഇതൊരു നല്ല ഹിറ്റ് സിനിമയുടെ ത്രെഡാണെന്ന് അദ്ദേഹത്തിന് ഉറപ്പുണ്ടായിരുന്നു. എഴുതി വികസിച്ചു വരുംതോറും ഇതൊരു മെലോ ഡ്രാമയാവുമോ എന്ന സംശയം ജിത്തു ജോസഫിനുണ്ടായി. അദ്ദേഹത്തിൻ്റെ ഭാര്യയോട് ഈ ത്രെഡ് പറഞ്ഞു. ഭാര്യയ്ക്ക് ഉറപ്പുണ്ടായിരുന്നു ഇതൊരു നല്ല സിനിമയായിരിക്കുമെന്ന്. അങ്ങനെയാണ് ഈ കഥ കൂടുതൽ വികസിച്ചു വന്നത്. ഇതിലെ നായകനായ മോഹൻലാലിനെ അദ്ദേഹം ആദ്യം ഡിറ്റക്റ്റീവ് നോവലിസ്റ്റാക്കിയാണ് മാറ്റിയത്. എന്നാൽ ഡിറ്റക്റ്റീവ് നോവലിസ്റ്റ് ശരിയാവുകയില്ലെന്ന് കണ്ടപ്പോൾ അതിലെ നായക കഥാപാത്രത്തിന് കേബിൾ TV ഓപ്പറേറ്ററുടെ റോള് നൽകി.